ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മായാഭഗവതി കംസന് കൊടുക്കുന്ന ഉപദേശം വരെയായിരുന്നു കണ്ടത്. വെറുതെ അങ്ങ് പോവുകയായിരുന്നില്ല മായാഭഗവതി. കംസന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈ ഭൂമിയിൽ തന്നെ നിലകൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് അമ്മ എങ്ങും പോയില്ല, ജഗദംബികയുടെ മക്കൾക്ക് നേർവഴി പറഞ്ഞു കൊടുത്തിട്ട് അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൊച്ചു കുട്ടികൾ സന്ധ്യാദീപം വെച്ച് കഴിഞ്ഞാൽ ദീപത്തിൽ തൊടരുത് എന്ന അമ്മമാർ ഉപദേശം നൽകിയാൽ അത് കൂട്ടാക്കാതെ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നുവോ അത് ആദ്യം ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത, ഒരു പ്രവണത പൊതുവെ മനുഷ്യരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക, ആദ്യം പോയ ദീപത്തിൽ തൊടും. ആ ദീപനാളത്തിൽ കൈവച്ച് കൈ പൊള്ളി കഴിയുമ്പോൾ ഓടി വരുന്നതും അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്കാണ്. ഇതേപോലെ ഈശ്വര ചൈതന്യത്തിൽ നിന്നും, അത് ശാക്തേയമായിക്കോട്ടെ, വൈഷ്ണവമായിക്കോട്ടെ, ശൈവമായിക്കോട്ടെ, ഏത് ഭാവത്തിൽ പൂജിച്ചാലും നേരായ വഴികൾ പലതും, ധർമാധർമ്മ വിവേചനങ്ങൾ പലതും ഇതുപോലെയുള്ള സൽഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാണിച്ചു തന്നിട്ട് എങ്ങും പോയി മറഞ്ഞിട്ടില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട് ആ ഈശ്വര ശക്തി. എന്തിനായി? നമ്മൾ ഇനി ഓടിച്ചെല്ലുന്നതും ആ ശക്തിയുടെ അടുത്തേക്ക് തന്നെയാണ്. ഇവിടെ ആ മഹാമായാദേവി വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ തന്നെ കുടികൊള്ളുകയാണ് പല ക്ഷേത്രങ്ങളിലായിട്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകത്തിൽ ഇനി ഇത്രയൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അല്ലെ, ഒരു അമ്മയുടെ ഉപദേശം കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ കൊടുത്തു, കുട്ടി നന്നായോ എന്ന് പറയുകയാണ് ഇവിടെ ഈ ശ്ലോകത്തില്. പ്രഗേ പുനരകാത്മജ വചനമീരിതാ ഭൂഭുജാ പ്രലംബകപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമോർനിർഭയാ കുമാരകവിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. പ്രഗേ പുനരകാത്മജ. പ്രഗേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ. അപ്പോൾ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി. നേരം വെളുത്തപ്പോൾ നമുക്കറിയാം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു രാത്രി പുലരുന്നതിന് മുൻപ് നടക്കുന്നതാണ്. കാരണം രാത്രിയിലാണ് ഭഗവാന്റെ ജനനം. ആ രാത്രിയുടെ ഈ ഇരുട്ടിനെ, അതിൻ്റെ ആ ഒരു തീവ്രതയെ കുറച്ചുകൊണ്ട് അനന്തശായിയായിട്ടുള്ള ഭഗവാൻ ഇവിടെ ഉണ്ണിക്കണ്ണനായി അവതരിച്ചപ്പോൾ ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ടുപോയ വസുദേവർക്ക് വഴികാട്ടിയായി നിന്നത് അനന്തന്റെ തലയിലുണ്ടായിരുന്ന ആ നാഗരത്നത്തിന്റെ ശോഭയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എളുപ്പം ഈ ഉണ്ണിയെ കൊണ്ട് കിടത്തിയിട്ട് യശോദാമ്മയുടെ അടുത്ത് നിന്നും ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നേരം പുലരും മുൻപേ ഇനി എത്തിയതിന് ശേഷമാണ് ഇവിടെ കാവൽക്കാരൊക്കെ ഉണർന്നത്. മായാഭഗവതിയെ ഉള്ളിൽ കൊണ്ട് കിടത്തിയതിന് ശേഷമാണ് മായ വർത്തിക്കുവാൻ തുടങ്ങിയത്. ഇവിടെ കാവൽക്കാരൊക്കെ ഉണർന്നു, കംസനെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞു. അതായത് ആ നേരം പുലർന്നു വന്നപ്പോൾ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് മായാഭഗവതിയുടെ ആ തിരുവായ്മൊഴികളിൽ നിന്നും വേണ്ട ഉപദേശങ്ങളൊക്കെ നേടിയ കംസൻ കൊട്ടാരത്തിൽ ചെന്നിരുന്നപ്പോൾ വല്ലാതെ ചിന്താകുലനായി. അപ്പോൾ ആ പ്രഭാതത്തിൽ, പ്രഗേ എന്ന് പറഞ്ഞാൽ ആ പ്രഭാതത്തിൽ, പുനരകാത്മജ, പുനഃ അകാത്മജ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുനരകാത്മജ. പുനഃ എന്ന് പറഞ്ഞാൽ പിന്നെ, അതായത് അനന്തരം, അകാത്മജ ആ ദേവിയുടെ വാക്കുകൾ. അതായത് ഇവിടെ അകം
അകത്തിൻ്റെ പുത്രി, അക ആത്മജ. അകം എന്നുള്ളതിന് പർവ്വതം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ പർവ്വതത്തിൻ്റെ പുത്രിയായ പാർവതീ ദേവി എന്നെടുക്കാം. അതല്ല എങ്കിൽ അകം എന്നുള്ളതിന് അകവും പുറവും ഒക്കെ അറിയാത്തവൾ എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്. എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിട്ടുള്ള ഒന്നിനെ നമുക്ക് അകമേത് പുറമേത് എന്ന് തിരിച്ചറിയുക അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മായാഭഗവതി രണ്ട് തരത്തിൽ നോക്കിയാലും അകാത്മജയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മയുടെ വചനമീരിത, വചനം ഈരിത, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത്. വചനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ. അകാത്മജയായ അമ്മയുടെ വാക്കുകൾ ഈരിത പറഞ്ഞപ്പോൾ കംസൻ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ വന്ന് കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥനായി. അതായത് താൻ ഇത്ര കാലവും പ്രയത്നിച്ചത് തൻ്റെ അന്തകനെ ഇല്ലാതെയാക്കാനാണെങ്കിൽ ഇന്നിതാ മായാഭഗവതി അറിയിച്ചിരിക്കുന്നു, തൻ്റെ അന്തകൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, താൻ വേണ്ടുന്നത് ചെയ്യാൻ. ഇത് കേട്ടപ്പോൾ തനിക്ക് ഹിതമായിട്ടുള്ളത് ചെയ്യുവാൻ പറഞ്ഞപ്പോൾ തനിക്ക് ഹിതം എങ്കിൽ ഇനിയിപ്പോൾ ആ തൻ്റെ അന്തകനെ ഇല്ലാതെയാക്കുകയാണല്ലോ വേണ്ടത് എന്ന ചിന്തയോടുകൂടി. എന്നാൽ എന്താണ് ദേവി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതുമില്ല. തൻ്റെ ഹിതത്തിന് വേണ്ടുന്നത് ചെയ്യുക എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ കൊട്ടാരത്തിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ആ ദേവി പറഞ്ഞ വാക്കുകളൊക്കെ ആ സഭയിൽ പറഞ്ഞു. കാരണം എന്താ? കംസനാകെ ദുഃഖിതനായിരുന്നു, ചിന്താകുലനായിരുന്നു. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരും മറ്റ് സഭാംഗങ്ങളും ഒക്കെ ചോദിച്ചു, എന്താണ് രാജാവിൻ്റെ ഈ ദുഃഖത്തിന് കാരണം? അപ്പോൾ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്നതായിട്ടുള്ള എല്ലാ അത്ഭുതകരമായ വാർത്തയും ആ സഭയിൽ കംസൻ പറഞ്ഞു. ഭൂഭുജ എന്ന് പറഞ്ഞാൽ കംസൻ അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ കംസൻ തൻ്റെ മന്ത്രിമാരോട്, അവിടെ ആ സഭയിലുണ്ടായിരുന്നവരോട് ഇങ്ങനെ ഈ വൃത്താന്തമെല്ലാം അറിയിച്ചു കഴിഞ്ഞപ്പോൾ പ്രലംബക പൂതന പ്രമുഖദാനവാമാനിന, പ്രലംബൻ, ബകൻ, പൂതന തുടങ്ങിയ പ്രമുഖ ദാനവ, ദാനവൻ എന്ന് പറഞ്ഞാൽ അസുരൻ, പ്രമുഖ ദാനവ, പ്രമുഖരായിട്ടുള്ള അസുരന്മാരൊക്കെയും മാനിന എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനികളായിരുന്നു അവർ. അങ്ങനെയുള്ള ഈ പ്രമുഖരായിട്ടുള്ള അസുരന്മാരൊക്കെ, പ്രലംബൻ, ബകൻ, പൂതന, ഇവരൊക്കെ ആ മന്ത്രിസഭയിലുള്ളവരായിരുന്നു. കംസന്റെ ഉറ്റ വിശ്വസ്തരായിരുന്നു. അവരൊക്കെ ഭവന്നിധനകാമ്യയ ജഗതി ബഭ്രമോർനിർഭയ, ഭവന്നിധനകാമ്യയ, നിധനകാമ്യയ എന്ന് പറഞ്ഞാൽ നിധനം എന്ന് പറഞ്ഞാൽ കൊല്ലുക, നിധനകാമ്യയ കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ടാരെ, ഭവൻ അങ്ങയെ കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടി. ഇനി എന്താ വേണ്ടത്? കംസൻ ശാന്തമാകണമെങ്കിൽ, കംസന് സമാധാനം കിട്ടണമെങ്കിൽ കംസന്റെ അന്തകനെ ഇല്ലാതെയാക്കണം. അപ്പോൾ അങ്ങനെ ഇല്ലാതെയാക്കാൻ ഇതിപ്പോൾ എവിടെയാ ജനിച്ചതെന്നോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും മായാഭഗവതി പറഞ്ഞതുമില്ല. എവിടെയോ ഒരിടത്ത് അവതാരം കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൻ്റെ ഈ സങ്കടം സഭയിൽ ഉണർത്തിച്ചപ്പോൾ സഭയിൽ എല്ലാവരും പറഞ്ഞു, അതിനെന്താ, അത് ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ, ഈ അടുത്ത കാലത്ത് ജനിച്ചതായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയുക, ആ കൂട്ടത്തിൽ ഏതായാലും അങ്ങയുടെ അന്തകനും പെടും, അപ്പോൾ അങ്ങയുടെ അന്തകൻ്റെ കഥ ഇതോടെ കഴിയും എന്നുള്ള ആശ്വാസവചനങ്ങളൊക്കെ പറഞ്ഞ് കംസനെ സാന്ത്വനിപ്പിച്ചതിന് ശേഷം ഈ പ്രമുഖരായിട്ടുള്ള ബകൻ, പ്രലംബൻ, പൂതന തുടങ്ങിയവരൊക്കെ അങ്ങയെ കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജഗതി ബഭ്രമോർനിർഭയ, ജഗതി ഈ ഭൂമിയിൽ ഈ ലോകം മുഴുവനും ബഭ്രമോർനിർഭയ, ബഭ്രമോ നിർഭയ
ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ബഭ്രമോർ നിർഭയ. ബഭ്രമു എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുക, ലോകമെങ്ങും അങ്ങനെ അലഞ്ഞു നടന്ന് എല്ലാ കുഞ്ഞുങ്ങളെ, അതായത് ഒരു കുഞ്ഞു പോലും തങ്ങളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ അവർ ലോകമെമ്പാടും സഞ്ചരിച്ച് ആ ഇടയ്ക്ക് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയുന്നതിനായിക്കൊണ്ട് ഭൂമിയിലെങ്ങും ചുറ്റി നടന്നു. എങ്ങനെ? നിർഭയ, യാതൊരു ഭയവും കൂടാതെ. അവർക്ക് എങ്ങനെയാ ഭയം ഉണ്ടാവുക? കാരണം അവരുടെ അതേ ഗുണങ്ങളോട് കൂടിയ രാജാവാണ് ഭരിക്കുന്നത്. തങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് രാജാവിന് വേണ്ടിയിട്ടാണ്. പിന്നെ പോരായെങ്കിൽ പ്രമുഖ ദാനവ എന്നാണ് പറഞ്ഞത്. പ്രമുഖരായിട്ടുള്ള അസുരന്മാര് അവരുടെ ആസുരിക വാസനയിൽ അവർക്ക് ഈ ചെയ്യുന്നതൊന്നും തെറ്റാണെന്ന് അവരറിയുന്നേയില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയവുമില്ല. അവരുടെ വാസനാബലം കൊണ്ട് അവർക്ക് ഭയമില്ലാതെയായിരിക്കുന്നു ഇങ്ങനെയുള്ള അരുതായ്മകൾ ചെയ്യാൻ. അങ്ങനെ നിർഭയരായിട്ട് ലോകമെമ്പാടും ചുറ്റി നടന്നവർ അങ്ങയുടെ അന്തകനെ അങ്ങയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ കംസന്റെ അന്തകനായിട്ട് അങ്ങ് എവിടെയോ പിറന്നുവെന്നറിഞ്ഞപ്പോൾ അങ്ങയെ ഇല്ലാതെയാക്കുന്നതിനായിട്ട് ലോകമെമ്പാടും ചുറ്റി നടന്നു. എന്നിട്ടോ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. കുമാരക വിമാരക, കുമാരക കൊച്ചു കുട്ടികളെയൊക്കെ വിമാരക കൊന്നുകളഞ്ഞുകൊണ്ട് അവരങ്ങനെ തങ്ങളുടെ കൊച്ചു ഗ്രാമമോ അല്ലെങ്കിൽ ആ ഒരു രാജ്യമോ മാത്രമല്ല ലോകമെമ്പാടും നടന്ന് ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞുകൊണ്ട് അവർ നിർഭയരായി അങ്ങനെ ചുറ്റി നടന്നു. കിമിവ ദുഷ്കരം നിഷ്കൃപൈ. കിം ഇവ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയാണ്? നിഷ്കൃപൈ ദുഷ്കരം. നിഷ്കൃപൈ, അവർക്കൊന്നും കൃപ ഒട്ടും തന്നെ ഇല്ലാത്തവരാണ്. അവരൊക്കെ ആസുരിക ഗുണങ്ങളാൽ സമ്പുഷ്ടരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ കൃപ അല്പം പോലും ഇല്ലാത്ത അവർക്ക് ഇങ്ങനെയുള്ള വളരെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നതിന് കിമിവ ദുഷ്കരം, എങ്ങനെയാണ് അവർക്കത് ദുഷ്കരമായി തോന്നുന്നത്? അവർക്കത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ ഉള്ളിലെ ഗുണമേ ആസുരികതയാണ്. പ്രമുഖ ദാനവന്മാരായതുകൊണ്ട് തന്നെ വാസനാബലത്തിന് കാഠിന്യവും കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് അവർക്കൊരു മടിയും ഉണ്ടായില്ല, ഒരു പ്രയാസവും ഉണ്ടായില്ല. അവരങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളെയായിട്ട് കൊന്നുകൊണ്ട് ലോകം മുഴുവൻ അവർ ചുറ്റി നടന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു കുഞ്ഞു പോലും ഇനിയും അവശേഷിക്കരുതെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ചുറ്റി നടന്നു. ഒരു ദിക്കിലേക്കല്ല, പല ദിക്കിലേക്കാണ് പോകുന്നത്. പറഞ്ഞു പ്രലംബ ഭഗ പൂതന പ്രമുഖ ദാനവ, അതായത് പ്രലംബൻ, ഭഗൻ, പൂതന ആദിയായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അസുരന്മാരൊക്കെയും, അവർ 3 പേരല്ല, ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ലോകത്തിൻ്റെ പല ദിക്കുകളിലും അങ്ങനെ അലഞ്ഞു നടന്നു, ചുറ്റി നടന്നു, വളരെ നിർഭയരായിട്ട് ചുറ്റി നടന്നു. അവരെ കാണുമ്പോൾ ലോകം ഭയക്കും. അവർക്ക് ലോകത്തെയോ ജനങ്ങളെയോ ഭയമില്ലാതെ അവരങ്ങനെ നടന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രഗേ പുനരഗാത്മജ വചനമീരിതാ ഭൂഭുജാ പ്രലംബ ഭഗപൂതനാ പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുനരഗാത്മജ, രായുടെ അകാരം ശ്രദ്ധിക്കുക, അഗാത്മജ ആണ്. അതുപോലെ ആത്മജ, അവിടെയും അകാരം നീട്ടിയെടുക്കുക. വചനമീരിത, വചനം ഈരിതാണ്, മായുടെ ഈകാരം ശ്രദ്ധിക്കുക.
പിന്നെ അടുത്ത പാദത്തിലേക്ക് വരുമ്പോൾ പ്രലംബക പൂതനാ പ്രമുഖദാനവ, കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. അവിടെ മാനിന പഭ്രമുർനിർഭയ നിഷ്കൃപൈ കുമാരകവിമാരക, ഇവിടെയൊക്കെ വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.